ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ എക്സ് ബൈ എക്സ് മൈനസ് 1 ഓൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 2. കുറച്ച് ലെങ്തി ആയിരിക്കും. ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ടൈപ്പ് 4 ആണ്. കാരണം ഞാനിവിടെ എഴുതാം എക്സ് ബൈ എക്സ് മൈനസ് 1 ഓൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 2. ടൈപ്പ് 4 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിനോമിനേറ്റർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കൂടാതെ എക്സിൻ്റെ ഒരു എക്സ്ട്രാ ടേമും കൂടിയും വരും. അപ്പോൾ ഇത് ടൈപ്പ് 4 ആണെന്ന് കേട്ടാൽ അറിയാം. അപ്പോൾ ഇത് എ ബൈ എക്സ് മൈനസ് 1 അല്ലേ. എക്സ് മൈനസ് 1 ഓൾ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് എ ബൈ എക്സ് മൈനസ് 1 പ്ലസ് ബി ബൈ എക്സ് മൈനസ് 1 ഓൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2ന് കറസ്പോണ്ടിങ് ആയിട്ട് സി ബൈ എക്സ് പ്ലസ് 2 ഇങ്ങനെ വരും. 3 പേരുണ്ട്, പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. എക്സ് മൈനസ് 1 ഓൾ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് എ ബൈ എക്സ് മൈനസ് 1 പ്ലസ് ബി ബൈ എക്സ് മൈനസ് 1 ഓൾ സ്ക്വയർ, എക്സ് പ്ലസ് 2ന് കറസ്പോണ്ടിങ് ആയിട്ട് സി ബൈ എക്സ് പ്ലസ് 2. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, LCM എടുത്തിട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കണേ. കണ്ടില്ല എക്സ് മൈനസ് 1 സ്ക്വയർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ LCM എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഡിനോമിനേറ്റർ എക്സ് മൈനസ് 1ൻ്റെയും എക്സ് മൈനസ് 1 സ്ക്വയറിൻ്റെയും LCM എക്സ് മൈനസ് 1 സ്ക്വയർ ആണ്. ഇൻറ്റു എക്സ് പ്ലസ് 2 എഴുതണം. ഇതാണ് LCM. റൈറ്റ് സൈഡ് ഇനി ന്യൂമറേറ്റർ എഴുതാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ എക്സ് മൈനസ് 1 ആണ് അല്ലേ. പക്ഷെ ഇവിടെ അതല്ലല്ലോ. ഇവിടെ എക്സ് മൈനസ് 1 സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 2 ആണ്. ഇതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇത് കിട്ടുന്നത്? ഇതിൻ്റെ കൂടെ ഒരു എക്സ് മൈനസ് 1 ആൻഡ് എക്സ് പ്ലസ് 2 മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം എക്സ് മൈനസ് 1 സ്ക്വയർ കിട്ടണമെങ്കിൽ ഒരു എക്സ് മൈനസ് 1 ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. കൂടാതെ ഒരു എക്സ് പ്ലസ് 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം കിട്ടാൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എക്സ് മൈനസ് 1ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം ഇത് കിട്ടാൻ? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററിലും അതുപോലെ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നോക്കാം, എക്സ് മൈനസ് 1 ഓൾ സ്ക്വയറിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം ഇത് കിട്ടാൻ? ഇതിൻ്റെ കൂടെ ഒരു എക്സ് പ്ലസ് 2 മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും. ഇപ്പോൾ ഒരു എക്സ് പ്ലസ് 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബി ഇൻറ്റു എക്സ് പ്ലസ് 2. എക്സ് പ്ലസ് 2ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? എക്സ് മൈനസ് 1 സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 2 കിട്ടാൻ. ഇതിൻ്റെ കൂടെ എക്സ് മൈനസ് 1 ഓൾ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ സി ഇൻറ്റു എക്സ് മൈനസ് 1 ഓൾ സ്ക്വയർ. ഇങ്ങനെ LCM എടുത്തിട്ട് വേണം ആഡ് ചെയ്യാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടിയും ബാക്ക് അടിച്ചിട്ട് കേൾക്കാം. ഇപ്പോൾ റൈറ്റ് സൈഡിൽ വരുന്ന ന്യൂമറേറ്റർ ഇതാണ്, ലെഫ്റ്റ് സൈഡിൽ ന്യൂമറേറ്റർ എക്സ് ആണ്. ഡിനോമിനേറ്റർ നോക്കേണ്ട ആവശ്യമില്ല, ഡിനോമിനേറ്റർ മാച്ചിങ് ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യുക. എ ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 വളരെ ശ്രദ്ധിച്ചെഴുതണം, പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് സി ഇൻറ്റു എക്സ് മൈനസ് 1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലെ ന്യൂമറേറ്റർ എക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ ബി സി 3 പേരെ വാല്യൂ കാണണം. അതിനു വേണ്ടി ഇവിടെ എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞൊരു ടേം വന്നിട്ടില്ലേ, ഇതിനെ 0 ആക്കാൻ എക്സിന് 1 കൊടുത്താൽ പോരെ. ഞാൻ എക്സിന് 1 കൊടുക്കാൻ പോവാണ്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. എക്സിന് 1 കൊടുത്താൽ ഇവിടെ 1 മൈനസ് 1 0 ആയി പോവും. ഇവിടെ എക്സിന് 1 കൊടുത്താൽ 1 പ്ലസ് 2 അല്ലേ 3b ആവും. ഇവിടെ എക്സിന് 1 കൊടുത്താൽ 1 മൈനസ് 1 0 ആയി പോവും. അപ്പോൾ റൈറ്റ് സൈഡിലും എക്സിന് 1 കൊടുക്കണം. 3b equal to 1 or b equal to 1 by 3. b equal to 1 by 3 കിട്ടി. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് 1നെ 0 ആക്കാൻ വേണ്ടി ഞാൻ എക്സിന് 1 കൊടുത്തു അല്ലേ.
അത് കഴിഞ്ഞ് ഇനി വേറൊരാളുണ്ട് x+2. ഇതിനെ നമുക്ക് 0 ആക്കാൻ പറ്റും. എക്സിന് -2 കൊടുത്താൽ പോരെ. എക്സിന് ഞാൻ ഇനി -2 കൊടുക്കാൻ പോവാണ്. എക്സിന് ഞാൻ -2 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ -2 + 2 0 ആയി പോവും. ഇവിടെ അതെ -2 + 2 ഇവിടെയും 0 ആയി പോവും. ഇവിടെ c ഇൻറ്റു എക്സിന് -2 കൊടുത്താലേ -2 -1 അല്ലേ, -2 -1 -3². അപ്പോൾ റൈറ്റ് സൈഡിലും എക്സിന് -2 കൊടുക്കണം. എല്ലാ സ്റ്റെപ്പും കാണിക്കണ്ടല്ലോ. 9c = -2. 9c = -2 മീൻസ് c = -2/9. ഇനി a ഉണ്ട്. a കാണണമെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് x² ഇക്വേറ്റ് ചെയ്യണം. ഓർത്ത് വെച്ചോട്ടോ, ഈ ടൈപ്പ് 4 എപ്പോഴും അങ്ങനെയാണ്, ധൈര്യപ്പെട്ട് ചെയ്തോ. കോഎഫിഷ്യൻ്റ് ഓഫ് x², x അല്ല x². അതെന്തിനാണ്? കാരണം ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ x² അല്ലേ വരാ ലെഫ്റ്റ് സൈഡ്. ഉദാഹരണത്തിന് cx² ഇവിടെ വരില്ലേ, ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ax² എന്തായാലും വരും. അപ്പോൾ ഹയസ്റ്റ് ടേം എന്താണോ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യലാണ് ചെയ്യാറ് നമ്മൾ. എക്സ് ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ കിട്ടാൻ സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് ടേം x² ആണ്. അപ്പോൾ ടൈപ്പ് 4-ൽ എപ്പോഴും കോഎഫിഷ്യൻ്റ് ഓഫ് x² ഇക്വേറ്റ് ചെയ്താൽ മതി. ഇവിടെ ഓപ്പൺ ചെയ്താൽ ax² എന്തായാലും വരില്ലേ എന്ന് നോക്കിയേ. അതിന് ഫുള്ളും ഇത് ഓപ്പൺ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്ക്, x × x x² വരുമല്ലോ. ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ax² എന്തായാലും കിട്ടുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് കോഎഫിഷ്യൻ്റ് ഓഫ് x² കിട്ടി. ഇവിടെ ഓപ്പൺ ചെയ്താൽ x² ഇല്ല. ഇവിടെ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് c ഉള്ളിലോട്ട് എടുത്താലേ cx² വരില്ലേ. ഇത് എക്സ്പാൻഡ് ചെയ്ത് സമയം കളയാതെ ഇത് കണ്ടാൽ അറിഞ്ഞൂടെ, cx². അപ്പോൾ a+c ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് x². അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ വരുള്ളൂ, a+c ആണ് ഈ പ്രോബ്ലത്തിൽ എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ x² കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്തു. a+c ആണ് ലെഫ്റ്റ് സൈഡിൽ x² കോഎഫിഷ്യൻ്റ്. റൈറ്റ് സൈഡിൽ x² എന്ന് പറഞ്ഞ ടേം വന്നിട്ടില്ല. അപ്പോൾ x² കോഎഫിഷ്യൻ്റ് 0 ആയിട്ട് വേണം എഴുതാനായിട്ട്. ഇപ്പോൾ 5x² ഉണ്ടായിരുന്നെങ്കിൽ 5 എന്ന് എഴുതായിരുന്നു, 7x² ഉണ്ടായിരുന്നെങ്കിൽ 7 എഴുതായിരുന്നു. x² വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കോഎഫിഷ്യൻ്റ് ഓഫ് x² 0 എന്ന് എഴുതേണ്ടി വരും. a+c 0, a = -c or a = c നമുക്ക് കിട്ടിക്കഴിഞ്ഞു -2/9. a = -2/9. -2/9 2/9 ആണ്. എയും ബിയും സിയും കിട്ടി. ഇനി എളുപ്പമാണ്, ഇതെല്ലാം തന്നിരിക്കുന്ന പാർഷ്യൽ ഫ്രാക്ഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെ സ്ഥാനത്ത് എന്താണ് കിട്ടിയിരിക്കുന്നത്, 2/9. അപ്പോൾ എക്ക് പകരം 2/9 എഴുതാം. x - 1 പ്ലസ് ബിയുടെ സ്ഥാനത്ത് 1/3 ആണ്. 1/3 ഡിവൈഡഡ് ബൈ x - 1². c/x+2, സിയുടെ സ്ഥാനത്ത് -2/9 ആണ്. -2/9 ഡിവൈഡഡ് ബൈ x+2 dx. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. 2/9 പുറത്തോട്ടെടുത്തു. 1/x - 1 ഇൻ്റഗ്രൽ log x - 1 പ്ലസ് 1/3 പുറത്തോട്ട് എടുക്കാം. 1/x - 1 ഹോൾ സ്ക്വയറിന് x - 1 റേസ്ഡ് -2 എന്ന് എഴുതാമല്ലോ. അറിയാമല്ലോ, അത് ലോഗ് എഴുതരുത് അവിടെ. പിന്നെ -2/9 മാറ്റി നിർത്താം. 1/x+2 ഇൻ്റഗ്രൽ log x+2 പ്ലസ് സി ലാസ്റ്റ് ഇട്ടാൽ മതി.
2/9 log x minus 1 plus 1/3 into x raised to n ഫോമിലുള്ള ഇൻ്റഗ്രേഷൻ ആണിത്. അറിയാലോ, x minus 1 raised to minus 2 plus 1 by minus 2 plus 1. x raised to n in integral x raised to n plus 1 by n plus 1. അടുത്തത് minus 2/9 log x plus 2 plus c. ഒരു സ്റ്റെപ്പും കൂടി 2/9 log x minus 1 1/3 into minus 1 minus 1/3 ആണ് അല്ലേ. 1/3 by minus 1 minus 1/3. x minus 1 raised to minus 1 ഓക്കെ അങ്ങനെ ഇടാം. അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ അതിനെ വേണമെങ്കിൽ 1/x minus 1 ആക്കാം വേണമെങ്കിൽ. minus 2/9 log x plus 2 plus c ആണ് ആൻസർ. ഓക്കെ.